ഇലക്ഷൻ കാല കോമഡികളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. എന്തായാലും ഇന്നത്തെ ഇലക്ഷൻ കോമഡി തൂക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, പണ്ണിന്റെ ഉള്ളിൽ അഖിൽ മാരാർ തന്നെയാണ്. അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. അഖിൽ മാരാറും രമേശ് പിഷാരടിയും തമ്മിലുള്ള ചെറിയ ഉരസലുകളൊക്കെ ഇതിനോടകം പലരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. സംഭവം എല്ലാത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നിലവിൽ തൃക്കാക്കരയിൽ NDA 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഈ പറയുന്ന അഖിൽ മാരാർ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അഖിൽ മാരാർ ഓടി നടന്ന് ഇന്റർവ്യൂകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ത്? അങ്ങനെ ആ ഇന്റർവ്യൂവിൽ വെച്ച് രമേശ് പിഷാരടിയുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത്. എന്നിട്ട് രമേശ് പിഷാരടി അറിയാലോ, ഇത്തവണ പാലക്കാടിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. എന്തായാലും ഇത്രയൊക്കെ അയ സ്ഥിതിക്ക് നമുക്ക് ആ ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ഒരു പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലോ മത്സരിച്ചാൽ പോലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കില്ല. നീയാണല്ലോ കോടതി ഓടാമയില്. കാരണം ജനങ്ങൾ സ്റ്റാറുകളുടെ സ്റ്റാർ വാല്യൂ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നു അന്ന് അവസാനിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസും സ്റ്റാർഡവും എല്ലാം. അതുകൊണ്ട് ഇതൊന്നും വോട്ടായി മാറത്തില്ല. ആകെ കിട്ടുന്നൊരു ഗുണം 20 ദിവസം മത്സരിക്കാൻ കിട്ടുമ്പോൾ ആ 20 ദിവസം കൊണ്ട് 4 പേരുടെ മുന്നിലേക്ക് കൊണ്ട് ഫിഗർ കാണിക്കുമ്പോൾ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാളെ ഞങ്ങൾക്ക് അറിയാം. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. അറിയേ ഉള്ളൂ. അപ്പൊ ഏത് സ്റ്റാറിനെ ആയാലും ഇയാളെ ഇയാളെ സിനിമയിലൊക്കെ അഭിനയിച്ചെടുക്കുന്നവനല്ലേ, അല്ലെങ്കിൽ മറ്റേ TV ഷോയിൽ കണ്ടവനല്ലേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതാണ് ജനത്തിന്റെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന മറ്റേ TV സീരിയലിലെ ആൾ, അല്ലെങ്കിൽ മറ്റേ ബിഗ് ബോസ് 11, അല്ലെങ്കിൽ സിനിമയിലെ നായകൻ, ഇവൻ എങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാതെ ഇവന് വോട്ട് കൊടുത്തേക്കാമെന്ന് കേരളത്തിലെ ഒരാളും ചിന്തിക്കുമെന്ന് എനിക്കറിയാത്തില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം നല്ല വസ്ത്രം കേട്ടോ, വഷളത്തരം തന്നെയാണേ പറയണത്. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് നിലപാട് എന്നൊക്കെ പറഞ്ഞതാണ്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം കാര്യം പറയുന്നത്. പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ സ്റ്റാർഡ് നോക്കിയല്ല നിയമസഭാ ഇലക്ഷൻ ആരും ആരെയും വോട്ട് ചെയ്യുന്നത്. ഇവിടെ രാഷ്ട്രീയം വേറെ സ്റ്റാർഡം വേറെ അല്ലേ? കറക്റ്റ് ആണ് ആ പറഞ്ഞത്. പക്ഷെ അത് അവിടെ നിൽക്കട്ടെ. ഇതേ അഖിൽ മാരാർ തന്നെ 2 ദിവസം മുമ്പേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തൊട്ടു മുമ്പത്തെ വീഡിയോ പ്ലേ ചെയ്തതാണ് എന്ന് ഒന്നും കൂടി നിങ്ങളൊന്ന് കണ്ടു. തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും നിയമ ചാനൽ വഴിയായാലും. അപ്പൊ ഇന്നാണ് അഖിൽ മാരാർ. ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും. എവിടെ ചെന്നാലും അവന്റെ വലിപ്പം പറച്ചിലേ ഉള്ളടേ. കേട്ട് മടുത്തു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ട ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും പോലും. ഇതേ ആൾ തന്നെയാണ് 2 ദിവസം കഴിഞ്ഞ് ഇപ്പുറത്ത് വേറൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാനും നമ്മൾ ഒരിക്കലും ഒരു സ്റ്റാർഡം വെച്ചോ ഫെയിം വെച്ചോ നിയമസഭാ ഇലക്ഷനിൽ പങ്കെടുക്കരുത്. അങ്ങനെ പങ്കെടുത്തഴിഞ്ഞാണെങ്കിൽ ആരും നമുക്ക് വോട്ട് തരില്ല പോലും. എങ്ങനെയാണോ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ നിലപാട് മാറ്റി പറയാൻ തോന്നുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ രമേശ് പിഷാരടിയെ കുറിച്ച് പറഞ്ഞ ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പൊ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂല. പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല, എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും, ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കും. പക്ഷേ നിങ്ങൾ ഈ ഉദാഹരിക്കാൻ വേണ്ടി എടുത്ത ആൾ അങ്ങ് മാറിപ്പോയി. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. നിങ്ങൾ വേറെ ആരെടുത്താലും വേണ്ടില്ലായിരുന്നു, രമേശ് പിഷാരടി തൊട്ട് കളിക്കാൻ പാടില്ലായിരുന്നു. കാരണം രമേശ് പിഷാരടി എന്ന് പറയുന്നത് അറിയാലോ, കൗണ്ടറുകളുടെ ആശാനാണ്. ഈ വക പരിപാടിയായിട്ട് എങ്ങാനും ഈ വഴി വന്നാൽ അടിച്ചതിന്റെ മോന്തല്ലേ? അതെ, അതൊക്കെ കുഴപ്പമില്ല. ഒരു കാലത്ത് സ്റ്റേജുകളിൽ കയറി കൗണ്ടർ അടിച്ച് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് നിങ്ങൾ ഇമാതിരി കാര്യങ്ങൾക്ക് ഉദാഹരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. എന്തായാലും അഖിൽ മാരാരുടെ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ രമേശ് പിഷാരടി വെറുതെ ഇരുന്നില്ല കേട്ടോ. ഇതിന് നല്ല കിടിലം മറുപടി രമേശ് പിഷാരടി തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും
ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ എന്താ മാധവേട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ വിളിച്ചു ചോദിക്കേ. എന്താണ് ഇജ്ജാതിയൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. ഊക്കാണെങ്കിൽ ഇങ്ങനെ കൂക്കണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡ് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.